പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 43-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം നൽകുന്ന മറ്റ് ജനതകൾക്ക് ഞാൻ കൊടുക്കും. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളിൽ നിന്ന് ദൈവരാജ്യം എടുത്ത് നമ്മളെക്കാൾ ദൈവിക കാര്യങ്ങളോട്, ദൈവരാജ്യ ശുശ്രൂഷകളോട് താല്പര്യമുള്ള മറ്റൊരു ജനതകൾക്ക് എടുത്തു കൊടുക്കാൻ തക്ക വിധത്തിൽ നമ്മൾ അത്രമാത്രം തരം താണു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അനുദപിക്കണം. നമ്മളിന്ന് ധ്യാനിക്കുന്ന പ്രധാനമായ വചനഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വചനങ്ങളാണ്. അതിൻ്റെ ടൈറ്റിൽ പറഞ്ഞാൽ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു എന്നാണ്. വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. യേശു പ്രഭാതത്തിൽ യാത്ര ചെയ്ത് പട്ടണത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ്. പോകുന്ന വഴി മധ്യേ അവന് വിശന്നപ്പോൾ വഴിയരികിൽ ഒരു അത്തിവൃക്ഷം നിൽക്കുന്നത് കണ്ടു. ആ അത്തിവൃക്ഷത്തിൽ ഫലങ്ങൾ വല്ലതുമുണ്ടോ എന്നവൻ നോക്കി. ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, മേലിൽ നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. പിന്നീട് തുടർന്നുള്ള വചനങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിലൊക്കെ തുറന്നു പറഞ്ഞിട്ട് അത് പിറ്റേ ദിവസം അത് കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നത് കണ്ടെന്ന്. അതാണ് നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ്? അതാണ് നമ്മളിപ്പോൾ ധ്യാനിച്ച വചനം. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലെ 43-ാം വചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം നൽകുന്ന ജനതയ്ക്ക് കൊടുക്കും. ഞാനിതുപോലെ ഒരു ശിക്ഷാവിധിയുടെ കീഴിലാണ് നിൽക്കുന്നത്. എൻ്റെ ദൈവം എന്നെ വിളിച്ച് വിശദീകരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോട് അനുരൂപപ്പെട്ട് ഐക്യപ്പെട്ട് നടത്താൻ വേണ്ടി എന്നെ വലിയ അനുഗ്രഹങ്ങൾ നൽകി എന്നെ കരം പിടിച്ച് നടത്തി ഉയർത്തിയിട്ടും ഞാൻ ദൈവിക കാര്യങ്ങളോടും ദൈവിക ശുശ്രൂഷകളോടും ദൈവരാജ്യത്തോടും എനിക്ക് വേണ്ടത്ര കൂറും വിശ്വസ്തയും ഇല്ലെങ്കിൽ എൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായി മാറുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പറഞ്ഞാൽ തളിരിട്ട് നിൽക്കുന്നത് കണ്ടു എന്നാണ് മർക്കോസ് സുവിശേഷം അതിൻ്റെ 11-13 പറയുന്നത്. തളിരിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഫലത്തിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടെന്ന് തോന്നും. പക്ഷേ എൻ്റെ നടപ്പും എടുപ്പും എൻ്റെ പ്രവൃത്തിയെല്ലാം കണ്ടാൽ ഞാൻ ഫലമുള്ള വ്യക്തിയാണ് തോന്നും. പക്ഷേ അതിലൊരു കാപട്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ശിക്ഷാവിധിയുടെ ശാപത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു സ്വീകാര്യമായ സമയമാണിത്. വീണ്ടും യെരമ്യാ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം 13-ാം വചനം പറയുന്നുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അവരുടെ നേരെ വിനാശകനെ അയക്കുമെന്ന്. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഞാനൊന്ന് തിരിച്ചറിയണം. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് ദൈവം എന്നെ വിളിച്ച വിളിയോട് ഞാൻ വിശ്വസ്തതയും കൂറും പുലർത്തുന്നില്ലെങ്കിൽ, എനിക്ക് ദൈവം എന്നെ ഇതുപോലെ ഫലം ചൂടാൻ വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം ചൂടാൻ വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മക്കളെ നേടാൻ വേണ്ടി, ദൈവിക കാര്യങ്ങളുടെ താല്പര്യവും തീക്ഷ്ണതയും ജ്വലനവും ഉണ്ടാകാൻ വേണ്ടി എന്നെ ദൈവം തൻ്റെ ഒരു വിളിയോട് വിശ്വസ്ത പുലർത്താൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. ആ വിളിയിൽ ഞാൻ ഫലം ചൂടാതിരിക്കുന്നത് ദൈവത്തിന് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇവിടെ ഹോസിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം പറയുന്നു, അത്തിവൃക്ഷത്തിലെ ആദ്യ ഫലം പോലെ അങ്ങയുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. അവരുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതൊരു ഇസ്രായേലിനെ പറ്റിയാണെന്ന് കൂടി ഇതിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട്. ഇസ്രായേലിൽ വേണ്ടത്ര ഫലം ചൂടുന്നില്ല, അവർ സൽപ്രവർത്തകർ ഉണ്ടാകുന്നില്ല എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ ഈ അഭിഷേകം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയ്ക്കും കൃപയായി ഒഴുകാൻ, നല്ല വൃക്ഷം നല്ല ഫലമേ നൽകുകയുള്ളൂ, ചീത്ത വൃക്ഷമേ നൽകുകയുള്ളൂ. അത് തിരിച്ചും മറിച്ചും ഒരിക്കലും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഫലം ചൂടുന്ന വ്യക്തികളായി മാറണം. പ്രഭാഷകൻ്റെ പുസ്തകം 39:17 പറഞ്ഞ ഇത് എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ അവിടുത്തെ വിളിയോട് വിശ്വാസം പുലർത്തുന്നു, അവിടുത്തെ വിളിയോട് കൂറ് പുലർത്തുന്നു. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മൾ വളരുന്നു, പടരുന്നു, ദൈവരാജ്യത്തിൻ്റെ വ്യക്തികളായി മാറുന്നു, ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുന്നു. ദൈവരാജ്യത്തെ പടുത്തുയർത്താനുള്ള വിളിയും നിയോഗമാണ് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം മാംസം ധരിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.